യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. പാപത്തിൻ്റെ ഭാരത്തിനാൽ പാരം കേണു വലഞ്ഞിടുമോ. പാപത്തിൻ്റെ ഭാരത്തിനാൽ പാരം കേണു വലഞ്ഞിടുമോ. പരനേശുവിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാൻ. പരനേശുവിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാൻ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ഈ വാക്യത്തെ ആസ്പദമാക്കിയാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം നാം തിരുവചനത്തിൽ നിന്ന് ധ്യാനിച്ചു കൊണ്ടിരുന്നത്. നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അധ്വാനമുണ്ട്, കഷ്ടപ്പാടുണ്ട്, പക്ഷേ ഒന്നും കിട്ടിയില്ല എന്നാണ് ശീമോൻ പറയുന്നത്. നമ്മിൽ പലർക്കും അതാണ് പറയാനുള്ളത്. കർത്താവേ, രാവും പകലും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നതൊന്നും കയ്യിൽ തങ്ങുന്നില്ല, ഒന്നും കിട്ടിയില്ല. കൈ ചോർന്നു പോകുന്നു കർത്താവേ, കിട്ടുന്നത് കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു. ജീവിതം ദുരിതം നിറഞ്ഞതായിത്തീരുന്നു, കഷ്ടത നിറഞ്ഞതായിത്തീരുന്നു. എന്നുമെന്നും പുതിയ പുതിയ പ്രശ്നങ്ങൾ, എന്നുമെന്നും പുതിയ പുതിയ ആവലാധികൾ, എന്നുമെന്നും പലതരത്തിലുള്ളതായ ദുർഘടങ്ങൾ. നാഥ, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, സമാധാനം കിട്ടിയില്ല, സന്തോഷം കിട്ടിയില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം കിട്ടിയില്ല,
ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറിയില്ല. നാഥ, എൻ്റെ ജീവിതത്തിൽ ഇന്നും ഞാൻ യാതനയുടെ നടുവിലാണ്, കഷ്ടപ്പാടിൻ്റെ മധ്യത്തിലാണ്. ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. കഷ്ടപ്പാടാണ് മനുഷ്യർക്ക് ഇന്നുള്ളത്. ദുരിതം നിറഞ്ഞ ജീവിതമാണ് നമ്മിൽ എല്ലാവർക്കും ഉള്ളത്. ജീവിതം മുഴുവനും ദുഃഖഭൂയിഷ്ടമാണ്. എന്നാൽ യേശുവിനോട് നമുക്ക് പറയാം, കർത്താവേ, ഇന്നുവരെയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ അധ്വാനങ്ങൾ വ്യർത്ഥമായി പോയല്ലോ. ഇന്നുവരെയുള്ള എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ അത് പ്രയോജനപ്പെട്ടില്ലല്ലോ. എൻ്റെ ദൈവമേ, ഇന്നുവരെയുള്ള എൻ്റെ ജീവിതം വാസ്തവമായി ഞാൻ നോക്കുമ്പോൾ പാഴായിപ്പോയി എന്നാണല്ലോ കാണുന്നത്. ജീവിതത്തിൽ പലതും നേടിയെടുക്കേണ്ടതായ കാലങ്ങൾ നഷ്ടത്തിൻ്റെ കാലങ്ങളായിപ്പോയല്ലോ. ജീവിതത്തിൽ പലതും സമ്പാദിക്കേണ്ടതായ കാലങ്ങൾ നഷ്ടത്തിൻ്റെ കണക്കാണല്ലോ കർത്താവേ എന്ന് പറയാനുള്ളത്. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം ഇന്നും ദുഃഖം നിറഞ്ഞതാണല്ലോ, ഇന്നും മ്ലാനത നിറഞ്ഞതാണല്ലോ. സംതൃപ്തി ലഭിക്കുന്നില്ലല്ലോ, സന്തോഷം ലഭിക്കുന്നില്ലല്ലോ. ഒരു തൃപ്തിയുള്ള ജീവിതം നയിക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞില്ലല്ലോ. മനുഷ്യർ കാണുകയെ ഞാൻ ചിരിക്കും, പക്ഷേ എൻ്റെ ഉള്ളം കരയുകയാണല്ലോ. മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ സന്തോഷം ഭാവിക്കും, പക്ഷേ എൻ്റെ ഹൃദയം ഏങ്ങലടിക്കുകയാണല്ലോ. എൻ്റെ ഉള്ളത്തിൽ വിതുമ്പലുകളും വിങ്ങലുകളും ഉണ്ടല്ലോ കർത്താവേ. എൻ്റെ ദൈവമേ, എൻ്റെ ശരീരത്തിൽ വേദനയുണ്ടല്ലോ, എൻ്റെ അവയവങ്ങളിൽ വേദനയുണ്ടല്ലോ, ശരീരത്തിൽ രോഗമുണ്ടല്ലോ. എനിക്കൊരു സൗഖ്യം കിട്ടിയില്ലല്ലോ, ചികിത്സകൾ ചെയ്തു. എൻ്റെ കർത്താവേ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് 2000-ലേറെ വർഷം മുൻപ് ഗലീലാക്കടലിലെ പടകിലിരുന്നു കൊണ്ട് ശീമോൻ പറഞ്ഞ വാക്കുകൾ നമ്മിൽ ചിലരുടെയെല്ലാം ഹൃദയത്തിൽ ഇപ്പോൾ പൊട്ടി വിരിയുന്നില്ലേ, നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു വരുന്നില്ലേ? കർത്താവേ, ഒന്നും കിട്ടിയില്ല, നിലനിൽക്കുന്നതൊന്നും ഞാൻ സമ്പാദിച്ചില്ല, നിത്യതയിലേക്ക് നിൽക്കുന്നത് ഒന്നും ഞാൻ നേടിയില്ല. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, നിത്യതയിലേക്ക് നിലനിൽക്കുന്നത് എന്ത് ഞാൻ നേടി നാം തിരിഞ്ഞു നോക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ സമ്പാദിച്ചു, ഞാൻ തിരിഞ്ഞു നോക്കണം, നിങ്ങൾ തിരിഞ്ഞു നോക്കണം. ഞാൻ എന്താണ് സമ്പാദിച്ചത്? ഇത്രയും വർഷം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ നീ എനിക്ക് ആയുസ് തന്നു, ആരോഗ്യം തന്നു, എനിക്ക് നീ സാഹചര്യങ്ങൾ തന്നു, എനിക്ക് നീ ഇത്രത്തോളം ചുറ്റുപാടുകൾ ഇണക്കി തന്നു. എല്ലാം നീ കൊരുത്തിണക്കി തന്ന് എന്നെ ഇത്രത്തോളം നയിച്ചു. പക്ഷേ നിത്യതയിലേക്ക് നിലനിൽക്കുന്നത്, ശാശ്വതമായത് ഞാൻ എന്ത് നേടി? ഇല്ല കർത്താവേ, ഇല്ല. എല്ലാം പരാജയം. ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്നാണ് ശീമോൻ പറയുന്നത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കൂടാതെയുള്ള ജീവിതം വ്യർത്ഥമാണ്. ജീവനുള്ള ദൈവം കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വാസ്തവത്തിൽ ഒരു പരാജയമാണ്. യേശുക്രിസ്തുവിനോടുകൂടെ ആണെങ്കിൽ നാം ഒരു വിജയമായിരിക്കും. യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത വ്യാപാരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ നാം ഭാഗ്യശാലികളാണ്. ക്രിസ്തു ഉള്ള ജീവിതം ധന്യമാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതം ധന്യമാണ്. ഞാൻ ആവർത്തിച്ച് പറയാൻ കൊതിക്കുന്ന ഈ കാര്യം ഇന്നും പറയട്ടെ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന മഹാഭാഗ്യം നിങ്ങൾ അനുഭവിക്കുക, നിങ്ങൾ ആ മഹാഭാഗ്യം ആസ്വദിക്കുക. കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിനുള്ളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. നാഥ, നീ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ. നീ വെളിയിൽ നിന്ന് യാചകനെ പോലെ മുട്ടി നിൽക്കേണ്ടവനല്ല. ഹൃദയത്തിൻ്റെ വാതിക്കൽ നിന്ന് ഒരു യാചകനെ പോലെ കെഞ്ചി നിൽക്കേണ്ടവനല്ല നീ. നാഥ, നീ എൻ്റെ ഉടയവനാണ്, നീ എൻ്റെ രക്ഷകനാണ്, നീ എൻ്റെ കർത്താവാണ്, നീ എൻ്റെ യജമാനനാണ്. എൻ്റെ ദൈവമേ, എൻ്റെ സൃഷ്ടാവായ ദൈവമേ, എനിക്ക് വേണ്ടി ക്രൂസിൽ തിരക്തം ചിന്തിയ കർത്താവേ, നീ എൻ്റെ ഉടമസ്ഥനാണ്. നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ നിയന്ത്രണം നീ ഏറ്റെടുക്കണമേ. എൻ്റെ ജീവിതത്തിൻ്റെ ഭരണം നീ ഏറ്റെടുക്കണമേ. നാഥ, നീ എൻ്റെ അവയവങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. എൻ്റെ ആന്തരിക അവയവങ്ങളും എൻ്റെ ബാഹ്യ അവയവങ്ങളും എല്ലാം മുഴുവൻ നിൻ്റെ കൈകളിലെ ഭരണത്തിനുള്ളിലാകണമേ. കർത്താവേ, എന്നിൽ നീ വസിക്കണമേ. നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് ശീമോൻ കരഞ്ഞു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഉടനെ ശീമോൻ പിന്നെയും പറഞ്ഞു, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം.
ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ശീമോൻ ഇതുവരെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ ഒരു കാര്യം ശീമോൻ സമർപ്പിക്കുകയാണ്. നിൻ്റെ വാക്ക്, നിൻ്റെ വചനം, നീ എന്ത് കൽപ്പിക്കുന്നോ നിൻ്റെ കൽപ്പന ഞാൻ അനുസരിക്കും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഞാൻ ഈ സമയത്ത് നിങ്ങളുടെ സ്നേഹത്തോട് വളരെ വളരെ അടുത്ത് നിന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വില കൊടുക്കാൻ തോന്നുന്നുണ്ടോ? കർത്താവേ, നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഇതുവരെ നിൻ്റെ വാക്ക് ഞാൻ അവഗണിച്ചവനാണ്. നീ തന്ന ആലോചനകൾ ഞാൻ ത്യജിച്ച് കളഞ്ഞവനാണ്. കർത്താവെ, ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് അപാകതകൾ സംഭവിച്ചു പോയി. നിൻ്റെ വചനത്തെ ഞാൻ വിലമതിച്ചില്ല. വചനം എനിക്ക് താല്പര്യമാണ്, ഇഷ്ടമാണ്. പക്ഷേ ഞാൻ വചനത്തെ മാനിക്കാതെ കടന്നുപോയി. കർത്താവേ, നിൻ്റെ വാക്ക് അത് നിൻ്റെ വാക്കായി ഞാൻ എടുത്തില്ല. കർത്താവേ, എനിക്കതേ പറയാനുള്ളൂ. ഞാൻ അത് പലതരത്തിൽ എൻ്റെ ബുദ്ധിയിൽ വിശകലനം ചെയ്തിട്ട് എനിക്ക് ഇണങ്ങുന്നതാണെങ്കിൽ മാത്രം ഞാൻ സ്വീകരിച്ചു. അല്ലാത്തത്, എൻ്റെ ബുദ്ധിക്ക് വിധേയപ്പെടാത്തത്, എനിക്ക് പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയാത്തത്, എൻ്റെ ബുദ്ധിയിൽ ഒതുങ്ങാത്തത് ഞാൻ അപ്പോൾ തള്ളി മാറ്റിക്കൊണ്ടിരുന്നു. കർത്താവേ, നീ എന്നോട് ക്ഷമിക്കണമേ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അതൊരു സമർപ്പണമാണ്. നീ എന്നോട് എന്ത് കൽപ്പിച്ചാലും ഞാനത് ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എൻ്റെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല നീ പറഞ്ഞത്. ഇനി ഗലീല കടലിൽ ഞാൻ അരിച്ചു പെറുക്കാത്ത സ്ഥലമില്ല. ഞാനിവിടെ എല്ലാം വല വീശിയതാണ്. ഇവിടെ എല്ലാം ഈ രാത്രി മുഴുവനും വല എറിഞ്ഞതാണ്. ഒരു ചെറിയ പൊടിമീൻ പോലും എൻ്റെ വലയിൽ കുടുങ്ങിയില്ല. കർത്താവേ, ഇതുവരെയുള്ള അധ്വാനം വെച്ച് പറഞ്ഞാൽ എനിക്ക് ഇനിയിപ്പോൾ ഇവിടെ വല വീശിയാൽ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. എങ്കിലും കർത്താവേ, നീ ഒരു വാക്ക് പറഞ്ഞല്ലോ, ആ വാക്കിന് ഞാൻ വലയിറക്കാം. എൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി, എൻ്റെ ചിന്തയ്ക്കും വിരുദ്ധമായി, എൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി, എൻ്റെ സ്വന്തം ബുദ്ധിയുടെ എൻ്റെ ഇംഗിതത്തിന് വിരുദ്ധമായി നീ ഒരു കാര്യം കൽപ്പിച്ചാലും നാഥ, ഞാനത് ഇപ്പോൾ നിൻ്റെ വാക്കനുസരിക്കാൻ ഞാനിതാ തയ്യാറാണ്. നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വാക്കിന് വലയിറക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ സ്വർഗം ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വചനമനുസരിക്കുന്ന ദൈവമക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ വിരചിക്കുവാൻ സ്വർഗം ആകാംക്ഷയോടെ, അത്യന്തം ആഗ്രഹത്തോടെ കാത്തു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എളിമയോടെ ഏൽപ്പിച്ചു കൊടുക്കുക, താണു കൊടുക്കുക, വചനത്തിന് വിനയപ്പെടുക, വചനത്തിന് കീഴ്പ്പെടുക. ഈ എഴുതപ്പെട്ട വചനം നിധിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ എനിക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒട്ടേറെ കാര്യങ്ങളുണ്ട്. കുറച്ചെങ്ങുമല്ല. ഞാൻ ഈ വചനം വായിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ എനിക്ക് ചിലതൊന്നും മനസ്സിലാകുന്നില്ല. എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ? ഞാനത് മനസ്സിലാക്കാൻ, കർത്താവേ, എനിക്ക് മനസ്സിലാക്കാൻ പലതും പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ പറയാറുണ്ട്. എനിക്ക് യഹസ്കേൽ പ്രവചനത്തിലെ ചില കാര്യങ്ങൾ എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. യിരെമ്യാ പ്രവചനത്തിലെ ചില കാര്യങ്ങൾ എനിക്കിപ്പോഴും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കർത്താവേ, വെളിപ്പാട് പുസ്തകത്തിലെ ചില വെളിപ്പാടുകൾ എൻ്റെ ബുദ്ധിയിൽ ഒതുങ്ങുന്നില്ല. എൻ്റെ കരുണയുള്ള കർത്താവേ, അതൊന്നും മനസ്സിലാക്കാൻ എനിക്ക് ഒന്നും അറിയാൻ പാടില്ല. ഈ വചനം കർത്താവേ, ഇത് പാരാവാരം പോലെ വിശാലമാണ്, വിസ്തൃതമാണ്. കർത്താവേ, ഈ മഹാസമുദ്രം പോലെ വിശാലമായി കിടക്കുന്ന ഈ വചനത്തിൻ്റെ തീരത്തേക്ക് പോലും എത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ കരുണയുള്ള കർത്താവേ, എന്നാൽ എനിക്ക് ഒന്നറിയാം, എനിക്ക് ആവശ്യമുള്ളത് തരാൻ നീ എനിക്കിതിൽ സംഭരിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബുദ്ധിക്ക് ഒത്തത് തരാൻ ഇതിനകത്ത് നീ നിറച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ കർത്താവേ, മതി. നീ ആഗ്രഹിക്കുന്നതെല്ലാം തരാൻ തക്കവണ്ണത്തിൽ നിറച്ചിരിക്കുന്നത്, അതെല്ലാം സ്വീകരിക്കാൻ എൻ്റെ മനസ്സിനെ നീ സജ്ജമാക്കണമേ. എൻ്റെ ബുദ്ധിയെ നീ വിധേയപ്പെടുത്തണമേ. എൻ്റെ ബുദ്ധിയെ നീ അതിന് തക്കവണ്ണം പരുവപ്പെടുത്തണമേ. ഇതേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുള്ളൂ. സഹോദരങ്ങളെ, ഈ വചനം വിശാലമാണ്. ഈ വചനത്തിൻ്റെ ആഴം, ഈ വചനത്തിൻ്റെ പരപ്പ്, അത് നമ്മുടെ ബുദ്ധിയിലൊന്നും ഒതുങ്ങുന്നതല്ല. നമ്മളെത്ര നിസ്സാര മനുഷ്യരാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ ഐൻസ്റ്റീൻ എന്ന് പറയുന്ന 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ഒരിക്കൽ പറഞ്ഞു, വിജ്ഞാന പാരാവാരത്തിൻ്റെ തീരത്തിരുന്ന് മണൽപ്പരപ്പിൽ കക്കകളെടുത്ത് കളിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെയാണ് ഞാൻ ആ സമുദ്രത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഏറ്റവും വലിയ മഹാശാസ്ത്രജ്ഞനായ ഐൻസ്റ്റീൻ, 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ഉന്നതനായ ഐൻസ്റ്റീൻ പറയുന്നു, വിജ്ഞാന പാരാവാരത്തിൻ്റെ, ശാസ്ത്രജ്ഞാനമാകുന്ന ആ മഹാസമുദ്രത്തിൻ്റെ
തീരത്തിരുന്ന് കക്കകൾ പെറുക്കി കളിക്കുന്ന കൊച്ചുകുട്ടിക്ക് തുല്യനാണ് ഞാൻ ഇപ്പോഴും വെള്ളത്തിലേക്ക് ചവിട്ടിയിട്ടില്ലെന്ന്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇത് വിജ്ഞാന പാരാവാരമാണ്, ഇത് ആത്മാവിൻ്റെ മഹാസമുദ്രമാണ്, ഇത് ആത്മജ്ഞാനമാണ്, ഇത് സ്വർഗത്തിൻ്റെ നിധിയാണ്, ഇത് രത്നഖനിയാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇത് സ്വർഗത്തിൻ്റെ മുത്താണ്, സ്വർഗത്തിൻ്റെ ജീവനാണ്, സ്വർഗീയ ജീവൻ്റെ അത്യത്ഭുതകരമായ നിധി കുംഭമാണ്. ഇത് വിജ്ഞാന ഭണ്ഡാകാരമാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇത് കൃപയുടെ നിറവാണ്, ഇത് അനുഗ്രഹത്തിൻ്റെ ശ്രീഭണ്ഡാരമാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിധി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പോരാ, നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിങ്ങൾ പാപത്തിലേക്ക് ചായുകയില്ല. ഒരു ശക്തിക്ക് നിങ്ങളെ കീഴടക്കാൻ സാധിക്കുകയില്ല. വാൾത്തലപ്പുകൾ നിങ്ങളുടെ മുന്നിൽ തെറുത്തുയർന്നു വന്ന് ഉയർന്നു നിന്നാലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ തളരുകയില്ല. ഏത് ചക്രവർത്തി കിരീടങ്ങൾ പോലും ഈ തിരുവചനത്തിന് മുന്നിൽ താഴെയായി പോകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചക്രവർത്തിമാര്, രാജാക്കന്മാര്, എത്രയെത്ര വീരന്മാർ, എത്രയെത്ര ബുദ്ധിജീവികൾ ഈ തിരുവചനത്തിൻ്റെ മുന്നിൽ അവർ പടവാൾ ഉയർത്തി നോക്കി. തിരുവചനത്തെ കെടുത്താൻ, തിരുവചനത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമില്ല എന്ന് പറയുന്ന വോൾട്ടയർ ഒരിക്കൽ പറഞ്ഞു, ഈ ബൈബിള് ഏതാനും വർഷം കഴിയുമ്പോൾ ഈ ഭൂമുഖത്തു നിന്ന് മാറ്റപ്പെടും. മുഴുവൻ മണ്ടത്തരമല്ലേ എഴുതി വച്ചിരിക്കുന്നത്, മുഴുവൻ അബദ്ധമല്ലേ എഴുതി വച്ചിരിക്കുന്നത്. വോൾട്ടയർ ബുദ്ധിജീവിയാണ്, വലിയ ഇൻ്റലിജൻഷ്യ എന്ന് പറയും. ഇൻ്റലിജൻഷ്യ വലിയ ബുദ്ധിജീവിയാണ്, ഇൻ്റലക്ച്വൽ വലിയ ബുദ്ധിജീവിയാണ്. ഈ ബുദ്ധിജീവിയായ ദാർശനികനായ വോൾട്ടയർ പറഞ്ഞു, ഏതാനും വർഷത്തേക്ക് മാത്രമേ ഈ ബൈബിൾ ഭൂമുഖത്ത് കാണുകയുള്ളൂ. മനുഷ്യർ വിജ്ഞാനവും ശാസ്ത്രബോധവും വളരുമ്പോൾ ഇവർ ഇതിനെ ഉപേക്ഷിച്ച് കളയും, തള്ളിക്കളയുമെന്ന് പറഞ്ഞു. കേൾക്കണോ, ഈ വോൾട്ടയർ മരിച്ചു, പക്ഷേ ബൈബിളിലെ വചനം ഇന്നും ജീവശക്തിയായി ജീവിക്കുന്നു. കേൾക്കണമോ, വോൾട്ടയർ ജീവിച്ച ആ ഭവനമിരുന്ന സ്ഥാനത്ത് ഇന്ന് ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ കൂട്ടം കൂട്ടമായി കൂട്ടിവെച്ചിരിക്കുന്ന ഗോഡൗണാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ബൈബിൾ സൊസൈറ്റി, ബൈബിൾ അനേകം പോരാ, ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിനുമല്ല, ബൈബിൾ കൂട്ടിവെച്ചിരിക്കുന്ന ബൈബിളിൻ്റെ ഗോഡൗണായി ആ ഭവനം വരുന്ന സ്ഥാനം ഇന്ന് ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. എന്തൊരത്ഭുതം! ഇതിനെ തകർക്കാൻ പലരും നോക്കി, പലരും ശ്രമിച്ചു നോക്കി, ഇത് മിഥ്യയാണെന്ന് പറഞ്ഞു നോക്കി. C.S. ലൂയിസ് എന്ന് പറയുന്ന മഹാജ്ഞാനിയായൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ബൈബിൾ മിഥ്യയാണ് തെളിയിക്കാൻ ശ്രമിച്ചു. തെളിയിക്കാൻ ശ്രമിക്കും തോറും ഈ ബൈബിൾ സത്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം മാനസാന്തരപ്പെട്ടു. അദ്ദേഹം പിൽക്കാലത്ത് എഴുതിയ ചില പുസ്തകങ്ങൾ അതെത്രയോ മനോഹരമാണ്. ക്രിസ്ത്യൻ ആൻഡ് ക്രിസ്ത്യാനിറ്റി എന്ന പേരിൽ അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ടല്ലോ, അതിമനോഹരമായൊരു പുസ്തകം. ക്രിസ്തു മതം എന്ന പേരിൽ അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. അത് ഏറ്റവും വിജ്ഞേയമായൊരു ഗ്രന്ഥം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എത്രയോ വീരന്മാർ, എത്രയോ ബുദ്ധിജീവികൾ ദൈവമില്ല എന്ന് നിഷേധിക്കാൻ നോക്കി. റോബർട്ട് ഇംഗർസോൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റോബർട്ട് ഇംഗർസോൾ, അദ്ദേഹം ദൈവമില്ല എന്ന് പറഞ്ഞയാളാണ്. ദൈവമില്ലെന്ന് മാത്രമല്ല, ഈ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്ന ഈ പുസ്തകം ഇത് മിഥ്യയാണ്, ഇത് മിയർ അബ്സേർഡിറ്റി, മുഴുവൻ ശുദ്ധ അസംബന്ധമാണ് എന്ന് പറഞ്ഞയാളാണ്. എന്നാൽ മിയർ അബ്സേർഡിറ്റി എന്ന് പറഞ്ഞ ഈ പുസ്തകം ഇത് ഇന്നും ജീവിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് തന്നെ നേരിട്ട് കാണാൻ പിന്നീട് അവസരമുണ്ടായി. എന്താണെന്നോ, ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം നിങ്ങളോട് പറയാം. അത് മനോഹരമായൊരു സംഭവമാണ്. റോബർട്ട് ഇംഗർസോൾ ഒരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോഴുണ്ട് ആ ട്രെയിനിൽ ഏതോ സ്റ്റേഷനിൽ നിന്ന് ഒരാൾ വന്ന് കയറി. പ്രൗഢഗംഭീരനായ നല്ല ഒരു മനുഷ്യൻ. അദ്ദേഹം വന്ന് എതിരെയിരുന്നു. രണ്ടുപേരും കുറച്ചു നേരം മിണ്ടിയില്ല. പിന്നീട് ഇംഗർസോൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് ല്യൂ വാലസ് എന്നാണ്. ല്യൂ വാലസ്, ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ പുസ്തകങ്ങൾ ഞാൻ ചിലത് വായിച്ചിട്ടുമുണ്ട്. നിങ്ങൾ നല്ല കാവ്യസിദ്ധിയുള്ള നല്ലൊരു ഗ്രന്ഥകാരനാണല്ലോ, ഞാൻ വായിച്ചിട്ടുണ്ട്. ഉടനെ ചോദിച്ചു, നിങ്ങളുടെ പേര്? ഞാൻ റോബർട്ട് ഇംഗർസോൾ എന്ന് പറയും. ഓഹോ, ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, വലിയൊരു ബുദ്ധിജീവി, വലിയൊരു മഹാജ്ഞാനി, ഞാൻ കേട്ടിട്ടുണ്ട്. അവർ സംസാരിക്കാൻ തുടങ്ങി, ഓരോരോ വിഷയങ്ങൾ പറഞ്ഞു. ഇടയ്ക്ക് റോബർട്ട് ഇംഗർസോൾ പറഞ്ഞു, നിങ്ങൾ വലിയൊരു സാഹിത്യകാരനല്ലേ, നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ സാധിക്കും, നിങ്ങളൊരു പുസ്തകം എഴുതണം. ക്രിസ്തു ഒരു മിഥ്യയാണ്, ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ മുഴുവൻ അബദ്ധമാണ്, ഈ ബൈബിൾ ശുദ്ധമായ അസംബന്ധമാണ് എന്നൊക്കെ തെളിയിച്ചുകൊണ്ട് നിങ്ങളൊരു പുസ്തകം എഴുതണം. അത് ലോകത്തിലൊരു ക്ലാസിക്കായി മാറും.
വിശ്വസാഹിത്യത്തിലൊരു ക്ലാസിക്കായി മാറുന്ന വിശ്വേതിഹാസമായി തീരാനുള്ള യോഗ്യതയുള്ളൊരു പുസ്തകമായി തീരും. നിങ്ങൾ പഠിക്കൂ, നിങ്ങൾ എഴുതൂ. ദൈവത്തിന് സ്തോത്രം. അവർ പിരിഞ്ഞു. 4 വർഷം ലിയു വാലസ് അധ്വാനിച്ചു. 4 വർഷം പഠിച്ചു, ശരിക്കും പഠിച്ചു. പഠിക്കുന്നതിന് ഉദ്ദേശം ഈ ബൈബിൾ മിഥ്യയാണ് തെളിയിക്കണം, ക്രിസ്തു മുഴുവൻ അബദ്ധോപദേശങ്ങളാണ് പറഞ്ഞതെന്ന് തെളിയിക്കണം. അതിനുവേണ്ടി പഠിച്ചു. ഒട്ടേറെ നോട്ട്സ് തയ്യാറാക്കി. കുറച്ചൊന്നുമല്ല, ഇങ്ങനെ ഫയലുകൾ ധാരാളം തയ്യാറാക്കി എഴുതാനിരുന്നു. 44-ാമത്തെ വയസ്സിൽ ലിയു വാലസ് എഴുതാനെല്ലാം തയ്യാറാക്കി മേശപ്പുറത്ത് നോട്ട്സ് എല്ലാം വെച്ചിട്ട് അദ്ദേഹം കസേരയിരുന്നു. എഴുതാൻ പേനയെടുത്തു. പേനയെടുത്ത് എഴുതാനങ്ങ് തുടങ്ങുകയല്ല, കൈ വിറയ്ക്കുന്നു. ലിയു വാലസ് അദ്ദേഹം താഴെ കസേരയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് നിലത്ത് മുട്ടുകുത്തി. തറയിൽ മുട്ടുകുത്തിയിട്ട് അദ്ദേഹം വിതുമ്പി കരയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, യേശുവേ, നീ മിഥ്യയാണെന്ന് ഞാൻ കരുതും തോറും, ഞാൻ പറയാൻ ശ്രമിക്കും തോറും നീ എനിക്ക് റിയാലിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്നു, നീ യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. നിൻ്റെ ഉപദേശങ്ങൾ നീ അബദ്ധമാണ് പറഞ്ഞത് എന്ന് തെളിയിക്കാൻ ഞാൻ പഠിച്ചു. പക്ഷേ എനിക്ക് മനസ്സിലായി മുഴുവൻ സത്യമാണെന്നും മുഴുവൻ ശക്തിയാണെന്നും മുഴുവൻ അത്ഭുതകരമായ ജീവൻ്റെ അനുഭൂതിയാണെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നാഥ, നീ എന്നോട് ക്ഷമിക്കണം. നാഥ, നിന്നെ എതിർക്കാൻ ഞാൻ ചെയ്തതായ എൻ്റെ പരിശ്രമങ്ങൾ എൻ്റെ മേൽ കണക്കിടരുതേ. എന്നോട് നീ പൊറുക്കണം. ലിയു വാലസ് ഏങ്ങലടിച്ച് കരഞ്ഞു. പുതിയ സമർപ്പണത്തോടെ എഴുന്നേറ്റു. കണ്ണുനീര് തുടച്ച് കസേരയിലിരുന്നു. എഴുതി തുടങ്ങി ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേര് കേൾക്കണോ? ബെൻഹർ എന്ന് പറയുന്ന പുസ്തകം എഴുതിയതിൻ്റെ പിന്നിലുള്ള ചരിത്രം ഇതാണ്. പ്രിയപ്പെട്ടവരെ, ലോകസാഹിത്യത്തിലെ മികവേറിയ ഗ്രന്ഥമായ ബെൻഹർ, അത് ക്രിസ്തു വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന മഹത്തായ വിശ്രുതമായ ഗ്രന്ഥം. അത് ലിയു വാലസ് എഴുതിയതിൻ്റെ പിന്നിലുള്ള ചരിത്രം ഇതാണ്. ക്രിസ്തുവിനെ നിഷേധിക്കാൻ പരിശ്രമിച്ചു. നിഷേധിക്കുകയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം ഉറപ്പിക്കുകയാണ് ചെയ്തത്. പഠിക്കും തോറും ഉറപ്പ് വർദ്ധിച്ചു. എതിർക്കാനാണ് പഠിച്ചത്, പക്ഷേ യേശുവിനെ പ്രഖ്യാപിക്കുവാനുള്ള പരിശ്രമമായി അത് മാറുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ വചനം. കർത്താവ്, ഞങ്ങൾ ഈ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, നിൻ്റെ വാക്കിന് ഞാൻ മലയിറക്കാം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, യേശുവിൻ്റെ വചനം, ഈ വചനം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കണ്ണുമടച്ചങ്ങ് വിശ്വസിച്ചുകൊള്ളൂ. നിങ്ങൾ ഓർക്കും, എന്താ ഈ ശാസ്ത്രയുഗത്തിൽ ഈ മനുഷ്യൻ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ വിഡ്ഢിത്തം പറയുന്നത്, കണ്ണുമടച്ച് വിശ്വസിക്കാനോ? അത്ര മണ്ടന്മാരാണോ ഞങ്ങൾ? പ്രിയപ്പെട്ടവരെ, ഈ ലോകവിജ്ഞാനം മുഴുവൻ നമ്മുടെ തലയിൽ ഒതുങ്ങുമോ? നമ്മുടെ തലച്ചോറിൽ ഒതുങ്ങുമോ? അതിനൊരു പരിധിയില്ലേ? അതിനൊരു പരിമിതിയില്ലേ? നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ലേ അവിടെ കൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിൽ ചിലരുടെ ബുദ്ധിയിൽ ഒരുപക്ഷെ എൻ്റെ ബുദ്ധിയിൽ കൊള്ളുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ കൊള്ളും, ശരിയാണ്. വേറെ ചിലരുടെ ബുദ്ധിയിൽ അതിലേറെ എത്രയോ കൂടുതൽ കൊള്ളും, ശരിയാണ്. വളരെയേറെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിവുള്ള ബുദ്ധിശക്തിയും മേധാശക്തിയും ധിഷണാവൈഭവമുള്ള എത്രയോ ആളുകളുണ്ട്, ശരി. പക്ഷേ പ്രിയപ്പെട്ടവരെ, എന്നാൽ എല്ലാം നമ്മുടെ ബുദ്ധിയിൽ കൊള്ളുകയില്ല, എല്ലാം ആരുടെയും ബുദ്ധിയിൽ ഒതുങ്ങുകയില്ല. ഈ വിജ്ഞാന പാരാവാരം മുഴുവൻ ഒതുക്കാൻ നമ്മുടെ ബുദ്ധി മതിയായതല്ല. നാം കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കുക, കർത്താവേ, ഞാനോ അല്പപ്രാണി, ഞാനോ നിസ്സാരൻ, എനിക്കിതൊന്നും ഗ്രഹിക്കാനുള്ള കഴിവില്ല. പക്ഷേ ഒന്ന് ഞാൻ അറിയുന്നു, ഞാനൊരു പാപിയാണ്. അതെനിക്കറിയാം കർത്താവേ. പിന്നെ ഒന്നുകൂടി ഞാൻ അറിയുന്നു, നീ സർവ്വവല്ലഭനാണ്, നീ എന്നെ സ്നേഹിക്കുന്നു, എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. പിന്നെ ഒന്നുകൂടി എനിക്കറിയാം കർത്താവേ, നരകത്തിലേക്ക് എൻ്റെ പാപം മൂലം പോയിക്കൊണ്ടിരിക്കുന്ന എന്നെ വഴിതിരിച്ച് സ്വർഗത്തിലാക്കാൻ നീ സ്വർഗത്തിൽ നിറങ്ങി വന്ന് നരകത്തിൻ്റെ വേദന കുരിശിൽ സഹിച്ച് എനിക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തി. അതുകൂടി എനിക്കറിയാം കർത്താവേ, വേറൊന്നും എനിക്കറിയാൻ പാടില്ല. ഇത്രയും അറിവുകൊണ്ട് നാഥ, ഇന്നു മുതൽ ഞാൻ നിന്നെ സ്നേഹിച്ചും നിന്നെ ആരാധിച്ചും നിന്റെ വേല ചെയ്തും കർത്താവേ, നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നാഥ ഞാൻ ഒരുങ്ങിയും അനേകരെ ഒരുക്കിയും ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, അതാണ് തീരുമാനം, അതാണ് വചനത്തിൻ്റെ ശക്തി, അതാണ് വചനത്തിൻ്റെ അത്ഭുതകരമായ കൃപ എന്ന് പറയുന്നത്. കൂടുതലൊന്നും അറിയണ്ട മക്കളെ, ദൈവത്തിന് സ്തോത്രം. കൂടുതലൊന്നും ഗ്രഹിക്കേണ്ട, ആകെ ഇത്രയും അറിഞ്ഞാൽ മതി, ഞാനൊരു പാപിയാണ് കർത്താവേ, എനിക്ക് സ്വർഗരാജ്യം എനിക്ക് അവകാശപ്പെടാൻ അർഹതയില്ല കർത്താവേ.
എന്നാൽ മരണശേഷം ഒരു നിത്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിത്യജീവനുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിത്യ സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിത്യ നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ പോക്ക് പോയാൽ നിത്യ നരകത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് ഞാൻ അറിയുന്നു. കർത്താവേ, എന്നെ നിത്യ നരകത്തിലേക്ക് അയക്കാതിരിക്കാൻ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച് നീ സ്വർഗം ചായിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ തിരുരക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു എന്നും തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തിയാൽ പരിശുദ്ധ റൂഹായുടെ നിസ്തുല കൃപയാൽ എനിക്കൊരു വിശുദ്ധ ജീവിതം സാധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ തന്നെ വ്യവസ്ഥ കൂടാതെ നിന്റെ തിരുമുൻപാകെ ഞാനിതാ സമർപ്പിക്കുന്നു. ആണിപ്പാടുള്ള പാദത്തിൽ എന്നെ തന്നെ ഞാൻ അർപ്പണം ചെയ്യുന്നു. നിങ്ങൾക്ക് തീരുമാനമെടുക്കാം, നിങ്ങൾക്ക് വിശ്വസിക്കാം, നിങ്ങളെ ഏൽപ്പിക്കാം. നിങ്ങളെ ആകേണ്ടതുപോലെ ആക്കി തീർക്കുവാൻ രക്ഷകൻ നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട്. അവൻ്റെ കരം നീട്ടിയിട്ടുണ്ട്. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഫല സമൃദ്ധി തരുവാൻ വന്ന് നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുകയാണ്. അവനെ വിളിക്കുവീൻ, അവനെ ക്ഷണിക്കുവീൻ, അവനെ എതിരേക്കുവീൻ, ഹൃദയവാതിൽ തുറക്കുവീൻ, അവനോട് വാക്ക് പറയുവീൻ. നാഥ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. സ്നേഹവാനേ, മഹാകാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ അത്ഭുത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനത്തിൻ്റെ അമൂല്യ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധ്വാനം വ്യർത്ഥമായി പോയി എന്ന് നിങ്ങൾ ഏറ്റുപറയുന്നു. എന്നാൽ നിന്റെ നിസ്തുല കൃപയിലേക്ക് ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു. ഞങ്ങളെ ഏറ്റുകൊള്ളണമേ, ഞങ്ങളെ സ്വീകരിച്ചു കൊള്ളണമേ. ഈ നിസ്സാരമായ തിരുവുൾക്കാഴ്ച രാജാധിരാജാ നീ കൈക്കൊണ്ട് ഞങ്ങളെ വാഴ്ത്തണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ മേൽ നിന്റെ കരം വെക്കണമേ, രോഗബാധകൾ മാറ്റണമേ, പാപബന്ധനങ്ങൾ അഴിക്കണമേ, ദുരാത്മ ശാപങ്ങൾ നീക്കണമേ, ഭീതികൾ മാറ്റണമേ, ഭയപ്പാടുകൾ നീക്കണമേ, നിരാശ മാറ്റണമേ, കുടുംബ സമാധാനം അയക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ ആമീൻ.